ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതായത് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത്? ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയച്ചാണ് നമ്മളൊരു വാഹനത്തെ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നിരപ്പ് റോഡിലാണെങ്കിൽ ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് വാഹനം എടുക്കാറുണ്ട്. ഇനി ഇച്ചിരി സ്ലോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ക്ലച്ച് നയിക്കുന്ന സെയിം ടൈമിൽ ആക്സിലറേഷൻ പതിയെ കാല് കൊടുത്ത് നമ്മൾ വാഹനത്തെ എടുക്കാറുണ്ട്. എന്നാൽ ഒരു വാഹനം നന്നായിട്ട് ഓടിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ഈ ഒരു മെത്തേഡിൽ മാത്രമാണ് ഒരു വണ്ടി എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ആക്സിലറേറ്ററിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു വണ്ടിയെ വളരെ വേഗത്തിൽ മുന്നോട്ടെടുക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആക്സിലറേഷൻ കൊടുത്തു പിടിച്ച് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യതയോടെ ചെയ്യാൻ കഴിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വേഗത്തിൽ ഒരു വാഹനത്തെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയത്തില്ല. അവിടെ നമുക്ക് ചിലപ്പോൾ ആക്സിലറേഷൻ പമ്പ് ചെയ്ത് കൊടുത്തിട്ട് വാഹനത്തെ എടുക്കേണ്ട സിറ്റുവേഷൻ വരും. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് ആക്സിലറേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും ഇത്തരത്തിലുള്ള വ്യത്യസ്ത മെത്തേഡുകൾ ഡ്രൈവിങ്ങിൽ സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് ആക്സിലറേറ്ററിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില നിഗൂഢ രഹസ്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഡ്രൈവിംഗ് വളരെ മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. ഒത്തിരി ഗുണം ചെയ്യുന്ന വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, സാധാരണ ഒരു വണ്ടി ബിഗിനർ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതുപോലെ ക്ലച്ചും ബ്രേക്കിലേക്ക് വരും, വണ്ടി സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലെ വെച്ചിട്ട് കുറച്ച് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് അയച്ച് ഹാഫ് ക്ലച്ചിന് പോയിന്റ് വന്നിട്ട് വണ്ടി എടുക്കും. ഇതാണ് സാധാരണ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നതാണ് ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിക്കും, എന്നിട്ട് ബ്രേക്കിൽ നിന്ന് പതുക്കെ ഒന്ന് അയച്ചിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് മാത്രം അയച്ചുകൊണ്ട് ക്ലച്ചെ മാത്രം അയച്ച് വണ്ടി നിരപ്പ് റോഡിൽ എടുക്കുന്ന ഒരു മെത്തേഡ് പല ആൾക്കാരും ചെയ്യാറുണ്ട്. എന്നിട്ട് വണ്ടി റൺ ചെയ്ത് തുടങ്ങുമ്പോൾ പതിയെ ആക്സിലറേഷനും കൊടുക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് മെത്തേഡ് മാത്രമല്ല നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടത്. ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് ശരിയല്ല. നമ്മൾ ബ്രേക്കിൽ മാത്രം ഒന്ന് അയച്ചിട്ട് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്തെടുക്കുന്ന മെത്തേഡും ശരിയല്ല. എടുക്കുമ്പോൾ കുറച്ച് ആക്സിലറേഷൻ കൊടുത്ത് തന്നെ നിങ്ങളൊരു വാഹനം എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാല് ബ്രേക്ക് പെഡലിലേക്ക് വരുന്നു, ഞാനിത് ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് സാധാരണ ബിഗിനർ എടുക്കുന്നതാണ്, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ച് ആക്സിലറേഷൻ ഇങ്ങനെ കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് അതേ പതുക്കെ അയച്ച് വന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ട് ഈ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചുകൊണ്ട് തന്നെ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇതേ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി നീങ്ങും. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഇങ്ങനെ എടുത്ത സമയത്ത് എത്രയധികം സമയം എടുത്തിട്ടാണ് നമ്മുടെ വണ്ടി ഒന്ന് മൂവ് ആയത്. അതായത് ക്ലച്ചേ വന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വണ്ടി നീങ്ങിയപ്പോൾ നല്ല ടൈം എടുത്തു. അപ്പോൾ നമ്മളൊരു വാഹനം ഒരിടത്തൊക്കെ നിന്ന് പോയിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പുറകിൽ മറ്റ് വണ്ടികളുണ്ടെങ്കിൽ പുറകിലുള്ള വണ്ടികൾ നമ്മളെ ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിക്കും. ഈ മെത്തേഡിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇതേ ആദ്യം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള മെത്തേഡും കൂടെ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കുക. അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ക്ലച്ചിലും ബ്രേക്കിലും നമ്മുടെ കാലിരിക്കുകയാണല്ലോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിരപ്പ് റോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പെട്ടെന്ന് വരിക, വണ്ടി മൂവ് ആകുന്ന പോയിന്റിലേക്ക് പെട്ടെന്ന് വരിക. എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ ഇതേ 1-2 തവണ ഇങ്ങനെ കൊടുത്തു പിടിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കണം. നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ ഞാനിത് എടുക്കുകയും കൊടുക്കുകയും ചെയ്യുകയാണ്. കൊടുക്കുന്നു അയക്കുന്നു ഇതേ 1-2 തവണ എടുത്തെടുത്ത് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കും. ഇതേ പെട്ടെന്ന് നമുക്ക് വണ്ടി എടുക്കാം. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്താണ്. ഓക്കെ, എന്നിട്ട് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുത്തത് ആക്സിലറേഷൻ 2-3 തവണ കൊടുത്തിട്ട് വീണ്ടും ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വണ്ടി എടുക്കണം. അപ്പം നമുക്ക് ക്വിക്കായിട്ട് തന്നെ ഒരു വണ്ടിയെ എടുക്കാനായിട്ട് സാധിക്കും. ഇത് പ്രത്യേകിച്ച് നമ്മളൊരു കയറ്റത്ത് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്താണ് ഒരു വണ്ടി എടുക്കുന്നതെങ്കിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്, നിങ്ങളുടെ വണ്ടി ബാക്കിലേക്ക് കുറച്ച് പോലും റോളാകാതെ എടുക്കാം. നിങ്ങളെ ഞാൻ കാണിച്ചാൽ ഇവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാൻ വണ്ടി നിർത്തി. നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു.
ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ, അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ 1-2 തവണ ഇങ്ങനെ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ 1-2 തവണ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വണ്ടി കയറ്റത്ത് ബ്രേക്കിലാണ് നിൽക്കുന്നുണ്ടോ. ഇവിടെ ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിൽ വന്നു, ആക്സിലറേഷൻ എടുത്തെടുത്താണ് കൊടുക്കുന്നത്. കണ്ടോ, നിങ്ങൾ നോക്കി എൻ്റെ കാല് പോകുന്നുണ്ടോ. എന്നിട്ട് നമ്മളിവിടെ അടുത്തൊരു ട്രിപ്പിന് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ മുന്നോട്ട് ഇങ്ങനെ കൊടുക്കുക, അതായത് ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഒരു കൊടുപ്പ് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വണ്ടി ഈസി ആയിട്ട് കയറ്റത്തെടുത്ത് പോകാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് നമ്മൾ ഒരു ട്രാഫിക്കിലെ ചെറിയ കയറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ആക്സിലറേഷൻ കൊടുത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയെ ഈസി ആയിട്ട് വേഗത്തിലെടുക്കാൻ കഴിയും. പക്ഷേങ്കിൽ ഇതിനൊരു ബാലൻസ് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു ബാലൻസും കൂടെ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ വേഗത്തിൽ വാഹനത്തെ മുന്നോട്ടെടുക്കണം. ആ ഒരു ടൈമിലും ഈ മെത്തേഡ് തന്നെ പരീക്ഷിച്ച് നോക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാനിത് ക്ലച്ചിലും ബ്രേക്കിനും വന്ന് വണ്ടി ഇങ്ങനെ നിർത്തി, പെട്ടെന്ന് എനിക്ക് എടുത്ത് പോകുന്ന സിറ്റുവേഷൻ വന്നു. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ മുന്നോട്ട് 2-3 തവണ മുന്നോട്ട് കൊടുത്ത് പിടിച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലെടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടിയുടെ എൻജിനിൽ നിന്ന് വരുന്ന ആ ഒരു പവർ ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് നമ്മളിങ്ങനെ എടുത്തെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നതിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാല് അയക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു വണ്ടിയെ വേഗത്തിൽ എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. നിങ്ങൾ പരമാവധി ഒരു വണ്ടി ഒരു നിരപ്പ് റോഡിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്ക് കാല് ചവിട്ടി പിടിച്ചിട്ട് വണ്ടി എടുക്കുന്ന മെത്തേഡ് ഒന്ന് ഒഴിവാക്കുക. അതായത് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ ക്ലച്ചേ വന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് അങ്ങനെ എടുക്കുന്ന മെത്തേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നതിന് പകരം കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെടലേ വെക്കുക. ഇപ്പോൾ ഇവിടെ വണ്ടി നമ്മുടെ ഒരു നിരപ്പ് റോഡിലാണ് കിടക്കുന്നത്, മുന്നോട്ട് പോകുമ്പോൾ ഇറക്കമാണുള്ളത്. ഇപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തുമ്പോൾ വണ്ടി നീങ്ങുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ആക്സിലറേഷൻ പെടലിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതിയെ കാലയച്ചു വരിക. അപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഏകദേശം എത്തുമ്പോൾ വണ്ടി പതുക്കെ അനങ്ങി തുടങ്ങും. പതുക്കെ അനങ്ങി തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ കാല് ആക്സിലറേഷൻ പെടലിൽ വെച്ചേക്കുന്ന കാല് പതിയെ മുന്നോട്ട് കൊടുത്തിട്ട് നിങ്ങളിങ്ങനെ വണ്ടിയെ നീക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ചെടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് വണ്ടി ഓഫായി പോകുന്നത്. കാരണം നമ്മൾ ഈ ബ്രേക്ക് ചവിട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു വാഹനത്തെ നമ്മൾ നിർത്താനായിട്ടാണ് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നത്. അപ്പോൾ ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുന്നത് എന്തിനാണ്, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുന്നത് വണ്ടിയെ നമുക്ക് മുന്നോട്ട് നീക്കാനായിട്ടാണ്. അപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയച്ച് വണ്ടിയെ മുന്നോട്ട് നീക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ച് വണ്ടിയെ നിർത്താനും കൂടിയാണ് ശ്രമിക്കുന്നത്. രണ്ട് പ്രവർത്തികൾ, വിപരീത പ്രവർത്തികൾ ഒരേ ടൈമിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടി മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെടലിൽ വെക്കുക. ആവശ്യാനുസരണം ആക്സിലറേഷൻ കൊടുത്താൽ മതി. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ചെടുക്കുക. ഈ സെയിം ടൈമിൽ പതിയെ ആക്സിലറേഷനും കൂടെ നമ്മൾ മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടി എടുക്കാം. കണ്ടോ, അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിലൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, സംശയങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. Okay, bye.